ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത നമസ്കാരം. എല്ലാവർക്കും എൻ്റെ രാധേശ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ മാസത്തെ, അതായത് വൈശാഖ മാസത്തെ മോഹിനി ഏകാദശിയെക്കുറിച്ചാണ്. മോഹിനി ഏകാദശി വരുന്നത് 8-ാം തീയതിയാണ്, വ്യാഴാഴ്ച. വൈശാഖ മാസത്തെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഇത്. വൈശാഖ മാസത്തിൽ എടുക്കുന്ന ഓരോ വ്രതവും ഏറ്റവും പുണ്യകരമാണ്. എല്ലാ ഏകാദശിയെക്കുറിച്ചും ഭഗവാൻ യുധിഷ്ഠിരനോടാണ് പറയുന്നത്. മോഹിനി ഏകാദശിയെക്കുറിച്ച് യുധിഷ്ഠിരനോട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. ശ്രീരാമചന്ദ്രൻ തൻ്റെ ഗുരുവായ വസിഷ്ഠനോട് ഇപ്രകാരം ചോദിച്ചു. സകല പാപങ്ങളും അകലുന്നതിനായി, മനുഷ്യരുടെ സകല ദുഃഖങ്ങളും അകന്ന സമ്പൽ സമൃദ്ധിയോടും മനസ്സമാധാനത്തോടും സന്തോഷത്തോടെയും ജീവിക്കുന്നതിനായി എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വസിഷ്ഠൻ ഇപ്രകാരം പറഞ്ഞു. അതിനായി ഭഗവാനെ അങ്ങയുടെ നാമമായ രാമനാമമന്ത്രം ജപിച്ചാൽ പോരെ എന്ന്. എന്നാൽ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. അതിനായി മോഹിനി വ്രതം എടുക്കുക, മോഹിനി ഏകാദശി എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന്. ഈ ഏകാദശി എടുത്താൽ സകല പാപങ്ങളും നശിച്ച് ജീവിതാവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം എന്നും വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. ഈ ഏകാദശി മോഹിനി ഏകാദശി എന്ന പേരിൽ അറിയപ്പെടാൻ കാരണമുണ്ട്. പാലാഴി മഥന സമയത്ത് പാലാഴിയിൽ നിന്ന് ധന്വന്തരി ഭഗവാൻ അമൃതം കൊണ്ട് പൊങ്ങി വന്നു. അപ്പോൾ അസുരന്മാർ ആ അമൃത് തട്ടിയെടുത്തു കൊണ്ടുപോയി. ഈ അമൃത് തിരിച്ചെടുക്കാനായി ഭഗവാൻ മഹാവിഷ്ണു അതിസുന്ദരിയായ മോഹിനിയുടെ രൂപത്തിൽ അവതരിച്ചു. അസുരന്മാരിൽ നിന്ന് അമൃത് തിരിച്ചു കൊണ്ടുവന്നു. മോഹിനി അമൃത് തിരികെ കൊണ്ടുവന്നത് ഈ ദിവസത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ദിവസത്തെ ഏകാദശിക്ക് മോഹിനി ഏകാദശി എന്ന പേര് വന്നത്. പത്മപുരാണത്തിൽ മോഹിനി ഏകാദശിയെക്കുറിച്ച് ഒരു ഐതിഹ്യ കഥ പറയുന്നുണ്ട്. അതായത് ഒരിക്കൽ ഭദ്രാവതി എന്ന നഗരത്തിൽ ധനപാലൻ എന്നൊരു ധനികനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദയാലുവും സൽപ്രവർത്തികൾ ചെയ്യുന്ന ആളുമായിരുന്നു. അദ്ദേഹത്തിന് 5 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. 4 ആൺമക്കളും വളരെ നന്മയുള്ളതും അദ്ദേഹത്തെ പോലെ തന്നെ സത്പ്രവർത്തികൾ ചെയ്യുന്ന മക്കളും ആയിരുന്നു. എന്നാൽ 5ാമൻ അങ്ങനെ ആയിരുന്നില്ല. വളരെ ദുഷ്ടചിന്തകൾ നിറഞ്ഞ മനസ്സുള്ളതായിരുന്നു 5ാമത്തെ മകൻ. 5ാമത്തെ മകൻ്റെ പേര് ദൃഷ്ടബുദ്ധി എന്നായിരുന്നു. പേരുപോലെ തന്നെ അയാൾ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നത് ശീലമാക്കിയിരുന്നു. അതോടൊപ്പം നീച സ്ത്രീകളുമായിട്ട് സംസർഗം ഉണ്ടായിരുന്നു. സഹികെട്ട ധനപാലൻ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഒരുപാട് നാളുകൾക്ക് ശേഷം ദൃഷ്ടബുദ്ധി അലഞ്ഞു തിരിഞ്ഞ് കൗടില്യ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ മഹർഷി കുളിച്ചിട്ട് വരികയായിരുന്നു. മഹർഷിയുടെ ദേഹത്തു നിന്ന് ഒരു തുള്ളി ജലം ദൃഷ്ടബുദ്ധിയുടെ ദേഹത്ത് തെറിച്ചു വീണു. ഉടൻ തന്നെ ദൃഷ്ടബുദ്ധിക്ക് മാനസാന്തരം ഉണ്ടാവുകയും താൻ ചെയ്ത പാപങ്ങളിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു. അതിൽ നിന്ന് തനിക്ക് എങ്ങനെ മുക്തി കിട്ടും എന്ന് അദ്ദേഹം മഹർഷിയോട് ആരാഞ്ഞു. മഹർഷി അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് വൈശാഖ മാസമാണ്. ഈ വൈശാഖ മാസത്തിൽ എന്ത് കർമ്മം ചെയ്താലും അത് 100 കോടി പുണ്യം ലഭിക്കുന്നതാണ് നമുക്ക്. അതുകൊണ്ട് ഈ വൈശാഖ മാസത്തിൽ ശുക്ലപക്ഷത്തിൽ വരുന്ന മോഹിനി ഏകാദശി എടുത്താൽ നീ ചെയ്ത എല്ലാ പാപങ്ങളും നശിച്ച് നീ വൈകുണ്ഠം പ്രാപിക്കും എന്ന് മഹർഷി ഉപദേശിച്ചു. ഇപ്രകാരം ദൃഷ്ടബുദ്ധി മോഹിനി ഏകാദശി എടുക്കുകയും മഹർഷി പറഞ്ഞതുപോലെ വൈകുണ്ഠപ്രാപ്തി ലഭിക്കുകയും ചെയ്തു എന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത്. ഈ കഥ കേൾക്കുന്നതും പറയുന്നതും വായിക്കുന്നതും വരെ വളരെ പുണ്യമാണ്. ഏകാദശി പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായി കാണുന്നു. അത് തിഥി വരുന്നത് അനുസരിച്ചാണ് ഈ വ്യത്യാസം. ചില സ്ഥലങ്ങളിൽ ഏകാദശി 7-ാം തീയതിയാണ്, എന്നാൽ നമുക്ക് 8-ാം തീയതിയാണ്. അപ്പോൾ പാരണ വീട്ടുന്നതും 7-ാം തീയതി ഏകാദശി എടുക്കുന്നവർ 8-ാം തീയതി പാരണ വീട്ടണം. 8-ാം തീയതി ഏകാദശി എടുക്കുമ്പോൾ 9-ാം തീയതിയാണ് മഹാദ്വാദശി വരുന്നത്. അന്നാണ് പാരണ വീട്ടുന്നത്. മഹാദ്വാദശി ഏകാദശി 8-ാം തീയതിക്ക് തന്നെ ഉച്ചയ്ക്ക് തുടങ്ങുന്നുണ്ട്. 7-ാം തീയതി തന്നെയാണ് ഏകാദശി തുടങ്ങുന്നത്. എന്നാൽ ദശമി അന്നുണ്ട്. അതുകൊണ്ട്
ഞാൻ പഴയ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ഏകാദശി വീഡിയോയിൽ ഞാൻ പഴയ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ദശമി സ്പർശ ഏകാദശി വരുമ്പോൾ നമ്മളന്ന് ഏകാദശി എടുക്കില്ല. ഏകാദശി അതുകൊണ്ടാണ് 8-ാം തീയതി രാവിലെ ഏകാദശി ഉണ്ട്, ഉച്ചവരെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 8-ാം തീയതിയാണ് ഏകാദശി. അതുകൊണ്ട് തുളസി ഇറുക്കുമ്പോൾ 7-ാം തീയതി രാവിലെ ഇറുക്കുവാൻ ശ്രദ്ധിക്കണം. കാരണം 10:30 മണി മുതൽ ഏകാദശി ആരംഭിക്കുകയാണ്. അതുകൊണ്ട് 7-ാം തീയതി തുളസി ഇറുക്കുന്നെങ്കിൽ ദശമി അന്നുണ്ട്, അത് 10:30 വരെ ഉള്ളൂ. അതുകൊണ്ട് രാവിലെ ആയിരിക്കണം തുളസി ഇറുക്കേണ്ടത്. തുളസിയില വാങ്ങുകയാണെങ്കിൽ അതില്ല, അത് ദശമിക്ക് നമുക്ക് തുളസിയില വാങ്ങിയിട്ട് ഏകാദശിക്ക് അതുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ഭഗവാന് അർച്ചന ചെയ്യാവുന്നതാണ്. ഭാഗവതം വായിക്കാം, ഭഗവത്ഗീത, നാരായണീയം, വിഷ്ണു സഹസ്രനാമം, അങ്ങനെയുള്ള എല്ലാ നാമങ്ങളും ഭഗവത് നാമങ്ങളും അന്ന് ജപിക്കാവുന്നതാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകാൻ ഈ മോഹിനി ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. ജീവിതാവസാനത്തിൽ എല്ലാ പാപങ്ങളും നശിക്കുകയും വൈകുണ്ഠപ്രാപ്തി ലഭിക്കുകയും ചെയ്യും. ഏകാദശി അനുഷ്ഠിക്കുമ്പോൾ 3 ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വരുന്നത്. ദശമി, ഏകാദശി, ദ്വാദശി. ദശമിക്ക് ഈ പ്രാവശ്യം ഏകാദശി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിതമായ ആഹാരം അന്നും കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാലും ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കണം. ഞാൻ എപ്പോഴും അത് പറയുന്നതാണ്, നമ്മുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രമേ വ്രതം അനുഷ്ഠിക്കാവൂ. വ്രതം എന്ന് പറഞ്ഞാൽ തന്നെ മിതമായ ആഹാരവും അതോടൊപ്പം തന്നെ ഭഗവാനോട് ചേർന്നിരിക്കുക എന്നതുമാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. ഭഗവത് നാമങ്ങളിലൂടെ ജപിച്ചും മിതമായ ഭക്ഷണം കഴിച്ചും നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. എന്നാൽ കഠിന വ്രതം എടുക്കുന്നവർ മാത്രമാണ് ജലം പോലും ഉപേക്ഷിച്ച് വ്രതം ഇരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം ചെയ്യുക. ഏത് വ്രതം എടുത്താലും അന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് ഭഗവത് നാമങ്ങൾ ജപിച്ച് നെയ്ദീപം കൊളുത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. 5 തിരിയിട്ട് നെയ്ദീപം കൊളുത്തുക. ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അടുത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. ഏകാദശിക്ക് നമ്മുടെ കഴിവിനനുസരിച്ച രീതിയിൽ പൂജകൾ ചെയ്തും ഭഗവാൻ നാമങ്ങൾ ജപിച്ചും ഭഗവാനെ പ്രാർത്ഥിക്കാം. അടുത്ത വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. വ്രതത്തിന് മിതമായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം. പാലും പഴവും കഴിച്ച് വ്രതം അനുഷ്ഠിക്കാം. അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെന്ന് പറയുന്നത് നട്ട്സ് കഴിക്കാം, ചൗരി, ചാമ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ഇതൊക്കെ കഴിക്കാമെന്നതാണ്. എല്ലാം മിതമായി മാത്രം കഴിക്കുക. 9-ാം തീയതി രാവിലെയാണ് പാരണ വിടുന്നത്. പാരണ വിടുന്നത് 6:04-നും 10:14-നും ഇടയ്ക്കുള്ള സമയത്താണ്. ഹരിവാസര സമയം, അതായത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതലായി ഉണ്ടായിരിക്കുന്നത് ഏകാദശി ദിവസം രാവിലെ 5:59-നും സന്ധ്യയ്ക്ക് 7-നും മധ്യയാണ്. ഏകാദശിക്കും ദ്വാദശിക്കും തുളസിയില പറിക്കുവാൻ പാടുള്ളതല്ല. എല്ലാവരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം എടുക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹരേ കൃഷ്ണ.